ഹായ്, വെൽക്കം ടു തത്വ സ്റ്റുഡൻസ് കോർണർ. നമ്മൾ ഇന്ന് ക്ലാസ് 10-ൻ്റെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പോർഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. പാർട്ട് 2 ആണ് പറയുന്നത്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1 ഒന്ന് കാണുക. നമ്മളതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ കൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ലൈറ്റ് റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് ഫോർമേഷൻ പ്ലെയിൻ മിററിലെ ആയിരുന്നു. അതിന്ന് ഒന്നും കൂടെ പറയാം, മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടെ ഞാൻ മറ്റേ സ്പെറിക്കൽ മിറർ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയിട്ടാണ് മെയിൻലി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പിയറിൻ്റെ പാർട്ടായിട്ട് വരുന്ന മിറേഴ്സാണ് സ്പെറിക്കൽ മിറർ. എന്താണ്, ഒരു സ്പിയറിൻ്റെ പാർട്ടായിട്ട് വരുന്ന മിറേഴ്സിനെയാണ് നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സ്പെറിക്കൽ മിറർ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ടെന്നും പറഞ്ഞു. കോൺകേവും കോൺവെക്സിൻ്റെയും രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊരു സ്പൂൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൂൺ ഞാൻ കാണിക്കാം. അപ്പം ഇതൊരു സ്പൂണാണ്. സ്പൂണിൻ്റെ കർവ് പോലെ, അതായത് നമ്മൾ യൂസ് ചെയ്തില്ലേ, കോരി കുടിക്കത്തില്ലേ, ആ ഭാഗം, അതായത് ഈ ഭാഗം, ഈ കർവ് പോലെ ഇരിക്കുന്ന ഭാഗമാണ് എന്ത്, കോൺകേവ് എന്ന് പറയുന്ന മിററിൻ്റെ. അതാണ് ഈ ഭാഗം, ഈ ഉൾഭാഗമാണ് കോൺകേവ്. ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ പടം വരച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് ഇതാണ് എന്ത്, കോൺകേവ് അല്ലേ. ഇതായിരുന്നു കോൺകേവ്. ഇതാണ് കോൺവെക്സ്. അതായത് കോൺകേവ് എന്ന് പറയുമ്പം റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്, അകവശമാണ് അല്ലേ, ഇൻവേർഡാണ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഏതാണ്, എന്താണ്ട് ഈ ബൾജ് ചെയ്തിരിക്കുന്ന പുറം ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇത്രയും നമുക്ക് ക്ലിയർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പറയാൻ പോവുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പാടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇമേജ് ഫോർമേഷൻ. മിറർ കൊണ്ടുവന്നിട്ട് ഇമേജ് ഫോം ചെയ്യുന്ന, നമുക്ക് പടം വരയ്ക്കാനായിട്ട് സ്ഥിരമായിട്ട് SSLCക്ക് ആണെങ്കിലും CBSEക്ക് ആണെങ്കിലും 2015-ലും 14-ലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് കുറച്ച് ടെർമിനോളജീസിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതായത് സ്പെറിക്കൽ മിററിൻ്റെ കുറച്ച് ടെർമിനോളജീസും കുറച്ച് റൂൾസും ഒക്കെ അറിയാനുണ്ട്. നമുക്ക് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, ഇതൊരു സ്പിയറാണ്. സ്പിയറാണെന്ന് വെച്ചോ, കറക്റ്റ് ഷേപ്പ് ഒന്നും വന്നിട്ടില്ല, ഇതൊരു സ്പിയറാണെന്ന് വെച്ചോ. ഇനി ഞാൻ കോൺകേവും കോൺവെക്സും ഇതിനകത്ത് വരയ്ക്കാൻ പോവാണ്. നമുക്കറിയാം അകവശം റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ടുള്ളതാണ് കോൺകേവ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, കോൺകേവ് എന്ന് വിളിക്കും. അപ്പോൾ ഇതെന്താണ്, കോൺവെക്സ് ആണ് അല്ലേ. ഈ ഭാഗം, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്ത് വരുന്നത് കോൺവെക്സ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ്. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്താണ്, ഈ കോൺകേവും കോൺവെക്സ് മിററും നമ്മൾ എവിടെ നിന്നാണ് വെട്ടിയെടുക്കുന്നത്, ഒരു സ്പിയറിൽ നിന്നാണ് വെട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞു. കോൺകേവ് മിററും കോൺവെക്സ് മിററും ഏത് സ്പിയറിൽ നിന്നാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ സ്പിയറിൻ്റെ സെൻറ്ററിനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ സി എന്ന് പറയുന്നത്. എന്താ, സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ സി. ഏത് സ്പിയറിൽ നിന്നാണോ കോൺകേവ് കോൺവെക്സ് മിറർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സി. മനസ്സിലായല്ലോ. ഇനി റിഫ്ലക്റ്റിംഗ് സർഫസ് ഏതാണ്, ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈ അകവശമാണല്ലോ. ഈ കോൺകേവ് മിററിൻ്റെയോ കോൺവെക്സ് മിററിൻ്റെയോ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെ നമ്മൾ വിളിക്കും പോള്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ അഥവാ പി. ഇതാണ് പോൾ അഥവാ പി. റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്റർ പിയും ഏത് സ്പിയറിൽ നിന്നാണോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ സെൻറ്ററിനെ നമ്മൾ സി എന്നും വിളിച്ചു. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സിക്കും പിക്കും, എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസിനെ നമ്മളൊരു ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്ത് വിളിക്കും, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കും. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിവിടെ ഉണ്ട് കേട്ടോ, വരച്ചില്ലെന്നേ ഉള്ളൂ. പ്രിൻസിപ്പൽ ആക്സിസ് മനസ്സിലായല്ലോ. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയ്ക്കായിട്ട്, അതായത് കൃത്യം
സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണെന്ന് വെച്ചോ. എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഒത്ത സെൻറ്ററിലായിട്ട് നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ വിളിക്കും പ്രിൻസിപ്പൽ ഫോക്കസ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എഫ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ, സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയ്ക്ക് ഒത്ത നടുക്കായിട്ട് നമ്മൾ സെൻട്രലായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ എഫ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതങ്ങ് മായ്ച്ച് കളയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പം നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, പ്രിൻസിപ്പൽ ഫോക്കസ് പറഞ്ഞു, പോള് പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞു. ഇനി അടുത്ത ടേം നമ്മൾ കണക്ക് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ തൊട്ട് ഒരു അറ്റം വരെയുള്ളതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഇതാണല്ലോ റേഡിയസ്. ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കുമല്ലോ റേഡിയസ്. അപ്പം സെൻറ്റർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്റർ തൊട്ട് പോൾ വരെയുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്ത് വിളിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ആർ. സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ലെറ്റർ ആർ കൊണ്ടാണ് ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ടേംസ് പഠിച്ചു. ഇനി ഒരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. എന്താണ് ഫോക്കൽ ലെങ്ത് എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫോക്കൽ ലെങ്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എഫ് കൊണ്ടാണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ട് ഫോക്കൽ ലെങ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് തന്നിട്ട് റേഡിയസ് ഓഫ് കർവേച്ചറും ചോദിക്കാം. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് ശ്രദ്ധിച്ചോണം. അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് പോള് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോള്. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. എന്താണ് ശരിക്കും ഫോക്കൽ ലെങ്ത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോള്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചറുമായിട്ട് അതിനുള്ള റിലേഷൻ? സി തൊട്ട് പി വരെ, സെൻറ്റർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിച്ചു. പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ എഫ് എന്ന് വിളിച്ചു. എങ്കിൽ റേഡിയസ് അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 2r ആണെന്ന് പറയാം. എന്താണ്? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? റേഡിയസ് ഓഫ് കർവേച്ചർ അറിയണം. അതിൻ്റെ ഡബിൾ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 2r എന്നാണ് റിലേഷൻ. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 2r. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഡബിൾ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. ഏതെങ്കിലും ഒരു ടേം തരും, റേഡിയസ് ഓഫ് കർവേച്ചർ വരും, എന്നിട്ട് നമ്മളോട് പറയും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ r ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടുന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാം? f/2. ഫോക്കൽ ലെങ്തിൻ്റെ പകുതിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഹൂസ് ഫോക്കൽ ലെങ്ത് ഈസ് 25 സെൻറ്റിമീറ്റർ? എന്താണ്? ഫോക്കൽ ലെങ്ത് ഒരു കോൺകേവ് മിററിൻ്റെ 25 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് എഫ് ആണ്, സ്മോൾ എഫ് ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്? തന്നിട്ടില്ല. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം എന്ത്? r ഇസ് ഈക്വൽ ടു എന്താണ്? r ഇസ് ഈക്വൽ ടു 2f ആണ് അല്ലേ? 2f ആണ് r എന്ന് പറയുന്നത് അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്താണ്? 25 ആണെന്ന് തന്നിട്ടുണ്ട്. r നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? r ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത് എത്ര? 25 സെൻറ്റിമീറ്റർ. എത്ര ആൻസർ വരുന്നത്? 50 സെൻറ്റിമീറ്റർ. കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഓർക്കുക. r ഇസ് ഈക്വൽ ടു 2f എന്നുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. പിടികിട്ടിയല്ലോ? അടുത്തത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കുറച്ച് റൂൾസ് ഉണ്ട്. ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇമേജ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് റേസ് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, അവിടെ ഇമേജ് ഫോം ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്.
ഇപ്പോൾ പഠിച്ച ടേംസുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നെ ഇമേജ് ഫോർമേഷൻ പെട്ടെന്ന് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ 4 റൂളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഇപ്പോഴേ ഉറപ്പിച്ചു പോവുക. പിന്നെ ഒരു കാര്യം, നമുക്കിതിൻ്റെ ലാസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ട്രിക്ക് പോലെ ഞാൻ എളുപ്പം പറഞ്ഞു തരാം. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഒട്ടും ഒരു ഓർഡർ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ മെമ്മറി ട്രിക്ക് പറയാൻ പോകുന്നത്. അത് കിട്ടാത്തവർ മാത്രം ഫോളോ ചെയ്യുക, അല്ലാത്തവരത് വിട്ടേക്ക്, നേരെ ചൊവ്വേ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മളിപ്പം റൂള് പഠിക്കാൻ പോകുന്നു. ഫസ്റ്റ് റൂൾ എന്താണെന്ന് നോക്കിക്കോ. ഇതെന്താണ്? ഒരു കോൺകേവ് മിററാണ് അല്ലേ? ഇതൊരു കോൺകേവ് മിററാണ്. തുടക്കത്തിൽ ആയതുകൊണ്ട് എഴുതി കാണിക്കുന്നത് ഇതൊരു കോൺകേവ് മിററാണ്. നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഇവിടെ സി ഉണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പി, പോളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു? പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇതൊരു കോൺകേവ് മിററാണ്. സി, സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ്, പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഒരു റേ പാരലായിട്ട് വന്ന് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്, കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് തട്ടിയിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഫസ്റ്റ് റൂള്. ഇതാണ് എ റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു റേ കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് പാരലലായിട്ട് വീഴുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ ആയിരിക്കും ഇത് പാസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് റൂള്. നെക്സ്റ്റ് നോക്കിക്കേ, ഇതൊരു കോൺവെക്സ് മിററാണ് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടത്തെ കേസിൽ നോക്കിക്കോ, ഒരു റേ പാരലലായിട്ട് വന്ന് വീണാൽ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഇത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് വന്ന് വീണ റേ, ഇത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഡൈവേർജ് ചെയ്താണ് പോകുന്നത് അല്ലേ? ഇതൊരു കോൺവെക്സ് മിറർ ആയതുകൊണ്ടാണ് പടം ഇങ്ങനെ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂള്. എന്താണ്? ഒരു റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വന്നാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് റൂളാണ് പറയാൻ പോകുന്നത്. ഇത് ഒരു കോൺകേവ് മിററാണ്. അപ്പം ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും കടന്നു പോകുന്നതെന്നാണ് സെക്കൻഡ് റൂൾ പറയുന്നതാണ്. പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് വന്ന് വീഴുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെങ്ങനെയായിരിക്കും പോകുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? പാരലലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരികയാണെങ്കിൽ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിൽ കൂടെ പോകും. ഇപ്പോൾ പറയുന്നത് എന്താ? നേരെ തിരിച്ചാലോചിച്ചാൽ മതി. പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് വന്ന് വീഴുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതുവഴി പോകും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകും. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിലും അത് തന്നെ. ഇവിടെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെയാണ് എഫ്, ഇതാണ് പി അല്ലേ? എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീണാൽ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്? ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും പോകുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും പോകുന്നത്. അതാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. പിടി കിട്ടിയല്ലോ? ഫസ്റ്റ് റൂള് പാരലലായിട്ട് വന്നാൽ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ കൂടെ പോകും. സെക്കൻഡ് റൂൾ എന്താണ് പറഞ്ഞത്? പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദി പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇതൊരു കോൺകേവ് മിററാണ് അല്ലേ? ഇത് സി ആണ്, ഇത് എഫ് ആണ്, ഇത് പി ആണ്. ഒരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. എന്താ പറഞ്ഞത്? സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെങ്ങനെയായിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ എങ്ങനെ വരും? ഇതൊരു കോൺവെക്സ് മിററാണ് അല്ലേ? ഇവിടെ സി ഉണ്ട്, ഇവിടെ പി, ഇവിടെ എഫ് ഉണ്ട്, പി ഉണ്ട്, ആണല്ലോ. അപ്പം സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. മനസ്സിലായല്ലോ? ഇനി ഫോർത്ത് റൂളാണ് നമ്മൾ. ഫോർത്ത് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇതൊരു
കോൺകേവ് മിററാണ്. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇത് എഫ് ആണ്, ഇത് പി ആണ് അല്ലേ. ഇനി ഫോർത്ത് റൂള് പറയുന്നത് ഒരു ലൈറ്റ് റേ പോളിലോട്ട് വന്ന് വീണാൽ, ഇതാണ് പോളിലോട്ടൊരു ലൈറ്റ് റേ വന്ന് വീഴുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് എന്തൊബേ ചെയ്യും? റിഫ്ലക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ലോ ഓഫ് റിഫ്ലക്ഷനകത്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഒരു ലൈറ്റ് റേ എങ്ങോട്ട് വന്ന് വീണാൽ, പോളിലോട്ട് വന്ന് വീഴുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെന്തായിരിക്കും ഒബേ ചെയ്യുന്നത്? ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ ആ ഒരു ലോ ഒബേ ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. പിടികിട്ടിയല്ലോ. ഇത് കോൺവെക്സ് മിററിൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെ വരും? ഇതൊരു കോൺവെക്സ് മിററാണ്. ഇത് സി എ, ഇത് എഫ്, ഇത് പി എ. അപ്പോൾ എന്താ പറഞ്ഞത്? പോളിലോട്ട് വന്ന് ഒരു ലൈറ്റ് റേ വന്ന് വീഴുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെന്തായിരിക്കും? ഇത് ലോ ഓഫ് റിഫ്ലക്ഷനെ ഒബേ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിടികിട്ടിയല്ലോ. ഇതാണ് 4 റൂളെന്ന് പറയുന്നത്. എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ലോജിക്ക് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഒരു പാരലലായിട്ട്, അതായത് ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വന്നാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ടാമത്തെ ലോ എന്താ പറഞ്ഞത്? അതായത് സെക്കൻഡ് ലോ പറഞ്ഞ എന്താ? പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് വന്ന് വീഴുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ശേഷം പാരലലായിട്ട് പോകും. അത് തമ്മിൽ റിലേറ്റഡ് ആണ് ആണല്ലോ. അതായത് പാരലലായിട്ട് വന്നാൽ ഫോക്കസിൽ കൂടെ പോകും, ഫോക്കസിൽ കൂടെ വന്നാൽ പാരലലായിട്ട് പോകും. പിടികിട്ടി. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. നാലാമത്തെ കാര്യം എന്താ? പോളിലോട്ട് വന്ന ഒരു ലൈറ്റ് റേ വീഴുകയാണെങ്കിൽ എന്താണ് ഒബേ ചെയ്യുന്നത്? അത് ലോ ഓഫ് റിഫ്ലക്ഷൻ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ലോയെ അത് ഒബേ ചെയ്യുമായിരിക്കും. പിടികിട്ടിയല്ലോ. ഈ 4 റൂള് നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇമേജ് ഫോർമേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിടികിട്ടിയാൽ കാണുമെന്ന് വിശ്വസിക്കുകയാണ്. Spherical mirrors. Mirrors whose reflecting surface are spherical are called spherical mirrors. The reflecting surface of such mirrors can be considered to form a part of the surface of a sphere. A spherical mirror whose reflecting surface is curved inwards, that is, faces toward the center of the sphere, is called a concave mirror. A spherical mirror whose reflecting surface is curved outwards is called a convex mirror. Term used in mirrors. First one, pole. The center of the reflecting surface of a spherical mirror. It lies on the surface of the mirror. The pole is usually represented by the letter P. Center of curvature. The reflecting surface of a spherical mirror forms a part of a sphere. The sphere center is called as a center of curvature. It is represented by the letter C. The center of curvature is not a part of the mirror. It lies outside its reflecting surface. The center of curvature of a concave mirror lies in front of it. However, it lies behind the mirror in case of convex mirror. Radius of curvature. The radius of the sphere of which the reflecting surface of a spherical mirror forms a part. It is represented by the letter capital R. Principal axis. A straight line passing through the pole and the center of curvature of a spherical mirror. Principal axis is normal to the mirror at its pole. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഈ സെക്ഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ എന്നെ റിപ്ലൈ ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ നന്ദി.